رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد അർഹമുർറാഹിമായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവിന്റെ മജ്ലിസിനെ കബൂലാക്കണം റഹ്മാനെ. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഞ്ഞാണ്ട് ഓതിയ ഒരു ഹദീസും കൂടി ഇന്ന് ഓതും. അതായത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തിനെ കുറിച്ചിട്ട്, ഖുലുഖിനെ കുറിച്ചിട്ട് വന്ന ഹദീസ്. ഹദ്ദസനാ ഖുതൈബത്തു ബിനു റളിയല്ലാഹു അൻഹുയുടെ ഞാൻ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 10 വർഷം ഖിദ്മത്താക്കിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖാദിമായിട്ട് 10 വർഷം ഞാൻ എന്താക്കിയ ഖിദ്മത്താക്കിയത്. ഫമാ ഖാലി ഉഫ്ഫിൻ ഖത്തു, ഒരു ചേഞ്ചുള്ള ഒരു പളക്ക പോലും മുത്തുനബി ചൊന്നിട്ടില്ല. ഈ 10 വർഷത്തിൽ ഞാൻ ഏതെങ്കിലും ഒരു ആക്കിയ സ്വറ ചിലപ്പോൾ ശരിയായിട്ടിക്കൽ ഇങ്ങനെ ആക്കിയ ചെയ്യുന്ന പളക്ക പോലും മുത്തുനബി ചൊന്നിട്ടില്ല. ഒമാ ഖാലി ഷൈഇൻ സനഅതുഹു ലിമാ സനഅതു, ഞാൻ എന്തെങ്കിലും ഒരു വസ്തു ആക്കിയെങ്കിൽ എന്തിനീ ആക്കിയോണ്ട് മുത്തുനബി കേട്ടിട്ടില്ല. അതാണ് മുത്തുനബിന്റെ സ്വഭാവം. അതാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള ഖുലുഖ്. വലാ ലി ഷൈഇൻ തറക്തുഹു ലിമാ തറക്തഹു, ഞാൻ എന്തെങ്കിലും ആക്കാണ്ട് വിട്ടുവിട്ടെങ്കിൽ അത് എന്തേ നീ വിട്ടോ, എന്തേ നീ ആക്കാത്ത മുത്തുനബി എന്നത്തെ കേട്ടിട്ടില്ല. എത്ര വർഷത്തിൽ? 10 വർഷത്തിൽ. ഞങ്ങളെ കൂടെ ഒരു നാൾ വെച്ചെങ്കിൽ ഞങ്ങളും അവളുമായിട്ട് സ്വഭാവം എന്തെന്നെങ്ങാവും. ഒരു 24 ഗಂಟ ഞങ്ങളെ ഒട്ടി ഒരാൾ വെച്ചെങ്കിൽ ഞങ്ങളെ പളക്കത്തിലും ഞങ്ങളെ പ്രവർത്തനത്തിലും എന്തെല്ലാം പറയുന്നെങ്ങാവും. ഇതുപോലെ 10 വർഷം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖിദ്മത്താക്കിയിട്ട് ഒരു വസ്തു ആക്കിയ ആക്കിയമാ അല്ലെങ്കിൽ ഒരു വസ്തു ആക്കിയിട്ടില്ലെന്തോ എന്ത് മുത്തുനബി കണ്ടിട്ട് കേട്ടിട്ടില്ല. അതാണ് മുത്തുനബിന്റെ സ്വഭാവം. ഹബീബായ മുത്തുനബിന്റെ സ്വഭാവത്തെ കുറിച്ച് ആയിഷാവുമായിട്ട് കേട്ടിരുന്ന ഖുർആൻ, മുത്തുനബിന്റെ സ്വഭാവം അത് ഖുർആനായിരുന്നു എന്ന് ആയിഷ ഉമ്മ എന്താ ചെന്നു. വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അഹ്സനിൻ നാസി ഖുലുഖാ, സ്വഭാവത്താൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ്. അല്ലെ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരായിരുന്നു. എന്നിട്ട് അവിടുന്ന് പറയുന്നു, വലാ മസസ്തു ഖസ്സൻ വലാ ഹരീറൻ ഇല്ലാ ശൈഅൻ കാന അൽയന മിൻ കഫ്ഫി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനൊരു പട്ടിനെയോ അല്ലെ പട്ടിനാലുള്ള രോമത്തെയോ മറ്റൊന്നിനെയും ഞാൻ തൊട്ടിട്ടില്ല. കാരണം പട്ടുവസ്തു നല്ല മയമുള്ള നല്ല സ്മൂത്തായ വസ്ത്രമാണ്. പക്ഷേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈയിനേക്കാളും ഒരു സ്മൂത്തായ ഒരു പട്ടിനെയോ ഒരു പട്ടിനാൽ ഉണ്ടാക്കപ്പെട്ട ഏതെങ്കിലും ഒരു വസ്ത്രത്തിനെയോ ഒന്നിനെയും ഞാൻ കണ്ടിട്ടില്ല. അത്രയും ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള കൈ അത്രയും സ്മൂത്തായിരുന്നു. ആ കൈ എവിടെയെങ്കിലും വെച്ചാൽ എന്തെന്നില്ലാത്ത മനസ്സിലേക്ക് സമാധാനം. ആരെങ്കിലും ശരീരത്തിൽ ഹബീബായ മുത്തുനബി കൈ ഒന്ന് തൊട്ടാൽ തടകിയാൽ അവനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം, മനസ്സിലേക്ക് സമാധാനം, റാഹത്ത്, അവൻ എല്ലാ ടെൻഷനും നീങ്ങിപ്പോകുന്നു. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, അതാ വലാ സമംതു മിസ്കൻ ഖത്തു വലാ ഇത്റൻ കാന അത്യബ മിൻ അറഖിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ വേർപ്പിനേക്കാളും മണമുള്ള ഒരു അത്തറും ഒരു മിസ്കും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, മണത്തിട്ടില്ല. ഏറ്റവും മണമുള്ള സാധനമാണ് മിസ്ക്. അതേപോലെ നല്ല നല്ല മണമുള്ള അത്തറുകളുണ്ട്. പക്ഷേ റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട ശരീരത്തിൽ വലിച്ച് പുറത്തു വരുന്ന ആ വേർപ്പുണ്ടല്ലോ, അത് മിസ്കിനേക്കാളും അത്തറിനേക്കാളും മണമായിരുന്നു. അതാണ് ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ റസൂലുള്ളാഹിന്റെ നല്ല സ്വഭാവമാണ്. ആ എല്ലാവരോടും നല്ല സ്വഭാവത്തിൽ പെരുമാറണം.
ഉമ്മയോട്, ബാപ്പയോട്, കുടുംബത്തിനോട്, ഭാര്യയോട്, മക്കളോട്, ശിഷ്യന്മാരോട്, കൂട്ടുകാരോട്, എല്ലാവരോടും നല്ല സ്വഭാവത്തിൽ പെരുമാറണം. അത് മുത്തുനബിന്റെ സ്വഭാവമായിരുന്നു. ഇനി ഹദ്ദസനാ മാലിക് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസ്, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരാളുണ്ടായിരുന്നു, ഒരു പുരുഷൻ, ഒരാളുണ്ടായിരുന്നു, ഒരാൾ. ഹബീബായ മുത്തുനബിന്റെ അടുത്ത് ഒരാളുണ്ടായിരുന്നു. അയാളാണെങ്കിലോ ഹദീസിൽ പറയുന്നു, ഇൻദഹു റജുലുൻ ബിഹി അഫറു സുഫ്റത്തിൻ, അയാളിന് മഞ്ഞ കളറിനുള്ള സുഗന്ധദ്രവ്യം ഉപയോഗിച്ച ആളാണ്. മഞ്ഞ കളറുള്ള സുഗന്ധദ്രവ്യം അയാൾ ഇട്ടിട്ട് വന്നു. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടുത്തങ്ങത്തെ ഒരാൾ ഉണ്ടായിരുന്നു. എന്നിട്ട് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ചൊല്ലു, വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ലാ യകാദു യുവാജു അഹദൻ ബിശൈഇൻ യക്റഉഹു. അതായത് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാളെയും അഭിമുഖീകരിക്കാനുണ്ടായിരുന്നില്ല. അവിടുന്ന് വെറുക്കുന്ന വല്ലതും കണ്ടു കഴിഞ്ഞാൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത്, വെറുക്കുന്നത് ഒരാൾ കണ്ടാൽ പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കൂല, പിന്നെ അവനുമായിട്ട് അഭിമുഖീകരിച്ച് സംസാരിക്കൂല. എന്ന് പറഞ്ഞാൽ അവൻ നന്നാകാൻ വേണ്ടി. ബഹുമാനപ്പെട്ടതിനിടയ്ക്ക് ചരിത്രം പറയുന്നു, തബൂക്ക് യുദ്ധത്തിൽ പോകാതെ മാറി നിന്ന കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, കഅബ് റളിയല്ലാഹു അൻഹു വലിയ സ്വഹാബിയാണ്. ആ കഅബ് റളിയല്ലാഹു അൻഹു തബൂക്ക് യുദ്ധത്തിലേക്ക് പോകാതെ പുരയിൽ തന്നെ, നാട്ടിൽ തന്നെ അദ്ദേഹം ഇരുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അയാളെ ശ്രദ്ധിച്ചിരുന്നില്ല. കാരണം യുദ്ധത്തിന് വരാളെ ആള് തങ്ങൾക്ക് ഇഷ്ടമായിരുന്നില്ല. ഏതുമാവട്ടെ അങ്ങനത്തെ ഒരാളായ റസൂലുള്ളാഹിക്ക് ഈ മഞ്ഞ കളറുള്ള സുഗന്ധദ്രവ്യം ഇഷ്ടമല്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തേക്ക് എന്താക്കില്ല, ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഫലമ്മാ ഖാമ, അയാള് പോയപ്പോൾ, അയാൾ ആവശ്യം തീർന്നു, അയാൾ പോയപ്പോൾ ഖാല, മുത്തുനബി പറഞ്ഞു, ഖൗമി, മറ്റുള്ള ആളുകളോട് പറഞ്ഞു, ലൗ ഖുൽതും ലഹു യദഉ ഹാദിഹി സുഫ്റാ, അയാളോട് നീ ചൊന്നെങ്കിൽ ഈ മഞ്ഞ നിറത്തുള്ള സുഗന്ധദ്രവ്യം ഉണ്ടല്ലേ, അത് ഉപയോഗിക്കാൻ ഞാൻ ചൊന്നെങ്കിൽ അയാൾ എന്താക്കും, ഉപേക്ഷിക്കും. അതുകൊണ്ട് നിങ്ങൾ പറയണു. കാരണം എന്തേ, ഈ മഞ്ഞ നിറത്തിലുള്ള സുഗന്ധദ്രവ്യം ഒഴിവാക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ ആ നിറത്തിൽ സ്ത്രീകളോട് സാദൃശ്യമാകുന്നുണ്ട്. പെണ്ണുങ്ങളാണ് ഈ സെന്റ് ഇട്ടെങ്കിൽ മഞ്ഞ കളർ, മഞ്ഞ സെന്റില്ലെങ്കിൽ ഇതല്ല, മഞ്ഞ കളറുള്ള സെന്റ് അതല്ല, അത് പെണ്ണുങ്ങളാണ്, അത് ആണുങ്ങൾക്ക് അത്ര ഇതില്ല. അപ്പൊ അതിനെ ഉപേക്ഷിക്കാൻ വേണ്ടി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസ് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് പറഞ്ഞു തരുന്നു, അള്ളാഹുവിന്റെ റസൂല് അസഭ്യം പറയുന്നവരാ എന്നുള്ള ബാൻഡാത്ത് ചീത്ത പേരോ ചീത്തയോ റസൂലുള്ളാഹിന്റെ നാവിൽ വിളിക്കാറില്ല. മുത്തുനബി നാവ് കൊണ്ട് ഒന്നും വേണ്ടാത്ത പറയാറില്ല. ഞമ്മ ഒരു 10 മിനിറ്റ് ഒരാളുമായിട്ട് സംസാരിക്കുമ്പോ പളക്ക പറയുമ്പോ ഞങ്ങൾ നാവിൽ എന്തെല്ലാം വേണ്ടാത്തത് കൊണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാവില് ഒരു അനാവശ്യം, ഒരു വേണ്ടാത്തത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പളക്ക പറഞ്ഞിട്ടില്ല. അതാണ് ആയിഷ ഉമ്മ പറഞ്ഞത്, വലാ മുതഫഹിസൻ, അതുപോലെ അസഭ്യം ചെയ്യുന്നവരുമായിരുന്നല്ല വേണ്ടാത്തത് ആക്കുടുമില്ല, വേണ്ടാത്ത അതുകൊണ്ട് പറയാറുമില്ല, അതുകൊണ്ട് ആക്കാറുമില്ല. വലാ, പിന്നെ പറയുന്നത് എന്താണ്, നിങ്ങളുടെ അല്ലാ, വലാ സഖാബും ഫിൽ അസ്വാഖി, അങ്ങാടിലേക്ക് പോയെങ്കിൽ ജോറ് ബൊബ്ബയിട്ടിട്ട് പളക്ക പറയില്ല. ആര്, സയ്യിദുനാ റസൂലുള്ളാഹി. അവിടെ നിന്ന് സൈലന്റ് ആയിട്ട് ആവശ്യങ്ങൾ നിറവേറ്റി പെട്ടെന്ന് വരും. അങ്ങാടിലേക്ക് പോയെങ്കിൽ ജോറ് സൗണ്ടാക്കിയിട്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പളക്ക പറയില്ല, ബഹളം ഉണ്ടാക്കുന്നില്ല. വലാ യജിദു ബിസ്സയ്യത്തി സയ്യത്ത, അതാ ബെടക്ക് കൊണ്ട് പ്രതികരിക്കുന്നില്ല. ഞങ്ങളല്ലേ ആരെങ്ങൊന്നു എന്ന് ചൊന്നെങ്കിൽ അതിന്റെ അപ്പുറത്ത് ഒന്ന് ചൊല്ല അല്ലേ, അങ്ങനെ ആരെയൊന്നും വേണ്ടാത്ത നിങ്ങളുടെ ഒന്ന് ചൊന്നെങ്കിൽ ഞങ്ങൾ ജണ്ട് ചെന്നിട്ടായി
മുത്തുനബി അങ്ങനല്ല. എന്ത് തെറ്റ് ചെയ്താലും എന്ത് റസൂലുള്ളാഹിനെ കുറിച്ച് ആക്ഷേപിച്ചാലും എല്ലാവർക്കും പുറത്തു കൊടുക്കുന്ന നല്ല മനസ്സ്. അതല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടത്? മുത്തുനബിന്റെ മുട്ട വന്നിട്ട് സ്വഹാബിങ് ചൊന്നാറ്, ആ കാഫിരീങ്ങ റസൂലുള്ളാഹിക്ക് ഒരുപാട് ബുദ്ധിമുട്ടിച്ചല്ലോ, ആ കാഫിരീങ്ങ മക്ക റായ പൂട്ടിട്ട് ഓടുപാട്ടിയാറല്ലേ, അങ്ങ് എതിരായിട്ട് ഒന്ന് ദുആരക്കണോ, അങ്ങ് എതിരായിട്ടൊന്ന് ദുആരക്കണോ ചെന്നപ്പോ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പളക്കേന്ന് ഞാൻ ക്ലാസ്സിൽ കേട്ടാം, ഞാൻ ഒരാളെയും ലാനത്ത് ചെയ്യൂല, ഞാനിക്ക് ഒരാൾക്കും എതിരായിട്ട് ദുആരക്കൂല. ഇന്നമാ ബുഇസ്തു റഹ്മ, എന്നെ അല്ലാഹു തആല അയച്ചത് റഹ്മത്തായിട്ടാണ്. എല്ലാവർക്കും കാരുണ്യം ചെയ്യണം, എല്ലാവർക്കും കരുണ ചെയ്യണം. ആ നിലക്കാണ് അള്ളാഹു എന്നെ ഈ ലോകത്തേക്ക് അയച്ചത്. അതാണ് ഇവിടെ പറഞ്ഞത്, വലാ യജ്സിഉ ബിസ്സയ്യിഅതി സയ്യിആ, ചീത്തനെ ചീത്ത കൊണ്ട് മുത്തുനബി പ്രതികരിക്കൂല. വലാകിൻ യഅഫു വയസ്ഫഹു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രതികാരം എന്താണ്? അവിടുന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുവീഴ്ച ചെയ്യുന്നവരായിരുന്നു. ആര് എന്ത് ചെയ്താലും അവർക്ക് പുറത്തു കൊടുക്കാനുള്ള നല്ല മനസ്സാണ് മുത്തുനബിന്റെ, അല്ലേ? മുത്തുനബിന്റെ നല്ല മനസ്സ് എന്ത് ആരാക്ഷേപിച്ചാലും ചീത്ത പറഞ്ഞാലും എല്ലാവർക്കും മുത്തുനബി എന്താക്കും? പുറത്തു കൊടുക്കും. മുത്തുനബിന്റെ ഹദീസുണ്ട്, നാളെ മഹ്ശറയിൽ മൂന്ന് വിഭാഗത്തിൽ അല്ലാഹു തആല പുറത്തു കൊടുക്കും. ഇത് വിചാരണയില്ലാതെ മൂന്ന് വിഭാഗം ചെറിയ വിചാരണ ചെയ്തിട്ട് സ്വർഗത്തിലേക്ക് കടത്തും. അവർ ആരാണ്? ഒന്നതാ, ആരെങ്കിലും ഇങ്ങോട്ട് ചീത്ത പറഞ്ഞെങ്കിൽ, ആരെങ്കിലും ഞങ്ങളെ എന്തെങ്കിലും ബടക്ക് പറഞ്ഞെങ്കിൽ അവർക്ക് പുറത്തു കൊടുക്കുക. അങ്ങനെ പുറത്തു കൊടുത്താൽ വളരെ ചെറിയ നിലയ്ക്ക് ഞങ്ങളെ വിചാരണ ചെയ്ത് സ്വർഗത്തിലേക്ക് കടത്തും. അത് മുത്തുനബിന്റെ സ്വഭാവമാണ്. അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞത്. അപ്പോ ആരെന്ത് ചെയ്താലും ചീത്തക്ക് ചീത്ത കൊണ്ട് പ്രതികരിക്കാൻ പാടില്ല, ഇത് പുറത്തു കൊടുക്കാനുള്ള സന്മനസ് വേണം. حدثنا هارون بن وينتهك من محارم الله شيء كان من أشدهم في ذلك غضبا وما خير بين أمرين رضي الله عنه. റിവായത്ത് ഹദീസ്, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പ്രതികാരം ചെയ്യുന്നതായിട്ട് ഒരു അക്രമം കാരണം ഞാൻ കണ്ടിട്ടില്ല. മുത്തുനബിയെ ആരെങ്കിലും ആക്രമിച്ചതിന്റെ പേരിൽ, മുത്തുനബിയെ ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചതിന്റെ പേരിൽ മുത്തുനബി അങ്ങോട്ട് പ്രതികാരം കാണിച്ചിട്ടില്ല, ചെയ്തിട്ടില്ല. അല്ലെ? നിസ്കരിക്കുന്ന സമയത്ത് ചീഞ്ഞനാറിയ ഒട്ടകത്തിന്റെ കുടൽമാല കഴുത്തിലിട്ടിട്ടും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികാരം ചോദിക്കാൻ പോയിട്ടില്ല. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം നാട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു, മദീനയ്ക്ക് ഹിജ്റ പോകേണ്ടി വന്നു, അതിലേക്ക് പ്രതികാരം ചോദിച്ചിട്ടില്ല. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിൽ പോയപ്പോൾ കല്ലെറിഞ്ഞു, അവിടുന്ന് രക്തം പൊട്ടിയൊലിച്ചു, വേണ്ടാത്തത് പറഞ്ഞു, അതിലേക്ക് പ്രതികാരം വീട്ടാൻ മുത്തുനബി പോയിട്ടില്ല. അതാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം. അതേ സമയത്തോ അള്ളാഹുവിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ലംഘിക്കപ്പെടുമ്പോൾ ഒഴികെ, അള്ളാഹുവിന്റെ വിഷയത്തിൽ, ദീനിന്റെ വിഷയത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തെങ്കിൽ അതിലേക്ക് എന്താക്കും? ശ്രദ്ധിക്കും. അതേ സമയത്ത് മുത്തുനബിയെ ആക്രമിച്ചതിന്റെ പേരിൽ പ്രതികാരം വീട്ടാൻ പോയിട്ടില്ല. അതോട് പറഞ്ഞതാ, ദീന്റെ വിഷയത്തിൽ, അള്ളാഹുവിന്റെ വിഷയത്തിൽ എന്തെങ്കിലും അവിടുന്ന് വേണ്ടാത്ത ചെയ്താൽ അവർക്ക് എന്താക്കും? അതിന് വേണ്ടിയുള്ള ഇത് നടപടി എടുക്കും. അള്ളാഹുവിന്റെ വിഷയത്തിൽ ആരെങ്കിലും വേണ്ടാത്ത ചെയ്താൽ മുത്തുനബിക്കുമല്ലാതെ കോപം വരും, അരിസം വരും. അവർ ദീന്റെ വിഷയമാണ്, അള്ളാഹുവിന്റെ വിഷയമാണ്. രണ്ട് കാര്യം ഏത് വേണമെങ്കിലും തങ്ങൾക്ക് തെരഞ്ഞെടുത്തോളാം, ഏത് വേണമെങ്കിലും തങ്ങൾക്ക് സ്വീകരിച്ചോളാം എന്ന് ഇഖ്തിയാർ, ചോയ്സ് ചെയ്യാനുള്ള അധികാരം കൊടുത്താൽ ഏറ്റവും സുലഭമായി എളുപ്പത്തിന്റെ കാര്യം എന്താക്കും? മുത്തുനബി എന്താക്കും? ചെയ്യും.
അപ്പോ ഇതാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള സ്വഭാവം. മുത്തുനബിയെ ആക്രമിച്ചതിന്റെ പേരിൽ ഒരാളെയും എന്താക്കിയിട്ടില്ല, മുത്തുനബി പ്രതികാരം വീട്ടിയിട്ടില്ല. ഇവര് ഹദീസും കൂടി പോകും. ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലേ, ഞാൻ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുട്ടയിരിക്കുമ്പോഴത്തേക്ക് മുത്തുനബിന്റെ അടുത്ത് ഞാൻ ഇരിക്കുമ്പോൾ അപ്പൊ ഒരാള്, മുത്തുനബിന്റെ വീടാകുന്ന നമ്മുടെ വീട്ടിനടുത്തേക്ക് ഒരാൾ വന്നിട്ട് സമ്മതം ചോദിച്ചു, നബിയെ എനിക്ക് എന്താക്കണം, അങ്ങ് കടക്കാൻ സമ്മതം തരുമോ? അയാൾ വന്ന ആള് മുത്തുനബിയോട് സമ്മതം ചോദിച്ചു. അപ്പോ ബഹുമാനപ്പെട്ട ആയിഷ ഉമ്മർ റളിയല്ലാഹു അൻഹ പറയുന്നു, മുത്തുനബിയോട് പ്രവേശിക്കാൻ വേണ്ടി അകത്തേക്ക് പ്രവേശിക്കാൻ സമ്മതം തേടി. അപ്പോൾ മുത്തുനബി പറഞ്ഞു, ഇവൻ എന്ത് മോശമായ മകനാണ്, ഇവൻ എന്തൊരു തെമ്മാടിയായ മോനാണ്. അയാൾ കേറിച്ചുള്ളൂ, ഇവൻ എന്തൊരു തെമ്മാടിയായ മോനാണ്, വ്യക്തിയാണ്. അങ്ങനെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കടക്കാനുള്ള സമ്മതം കൊടുത്തു. ബീസ ഇബ്നുൽ അശീറ, ഇവൻ വളരെ ചീത്തയായ ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞു, എന്ന് സമ്മതം കൊടുത്തു. പിന്നെ മുത്തുനബി അയാൾക്ക് സമ്മതം കൊടുത്തു. അങ്ങനെ കൊടുത്തിട്ട് അയാളെ നല്ല സ്വഭാവത്തിൽ മുത്തുനബി പളക്ക പറഞ്ഞു. അങ്ങനെ അയാളെ ആവശ്യം തീർത്ത് ഫലമാഹ അയാൾ പോയിച്ചു. ആയിഷാമുജുന്റെ കുൽത്ത്, നാണ് കേട്ട യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, കുൽത്തമാ കുൽത്ത, നിങ്ങൾ ചൊന്നാർ മോശമായ ആളാണ്, അത്ര നല്ലൊരാളല്ല ഇങ്ങനെ ചൊന്നാർ. പിന്നെ സുമ്മാലം തലവുൾ കോൽ, പിന്നെ പളക്ക പറയുമ്പോ നല്ല സ്മൂത്ത് ആയിട്ട് ചന്തത്തിൽ ഞാൻ പളക്ക പറഞ്ഞാറ്, അതെന്താ തിരിച്ചു മക്കാല. അപ്പൊ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷാമ ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകരെ അങ്ങ് പറയേണ്ടതെല്ലാം അവിടെ ചൊന്നിട്ടു, പിന്നെ നിങ്ങൾ ഉണ്ടാക്കിയ നല്ല മൃദുലമായ നല്ല നിലക്ക് കരുണയുടെ സംസാരം പളക്ക പറഞ്ഞാറ്, എന്തേ കാരണം? അപ്പൊ മുത്തുനബി ചോദിച്ചു, ആയിഷ, ജനങ്ങളിൽ നിന്ന് ഏറ്റവും മോശമായ ആളാരാണ്? ഒരുത്തരാണ്, അത് അവനെ ജനങ്ങൾ ഉപേക്ഷിച്ചു, അവന്റെ മോശമായ സംസാര കാരണം. ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ബെടക്കായ ആളാർക്കും തുണ്ടാ, അവന്റെ സ്വഭാവ ഗുണത്താൽ അവൻ എന്താക്കിയാൽ എല്ലാവർക്കും ദൂറാക്കിയാർ. അവന്റെ സ്വഭാവം നല്ല ഇല്ല, അപ്പൊ അവൻ എന്താക്കിയാൽ ദൂറാക്കിയാർ. അവനാണ് ഏറ്റവും ഇത്. അപ്പോ അവൻ ബെടക്കുന്നത് ഞാൻ അവൻ ദൂറാക്കിയാവാ, അവനാ ഞാൻ നല്ല സ്വഭാവത്തിൽ. എന്നിട്ട് ഹബീബായ മുത്തുനബി ചെന്തു കൊടുത്തു, അയാളെ ചീത്ത വിളിക്കുള്ള കാരണം എന്തുണ്ടാ? അയാൾ നീ ബെടക്കിന ചൊന്നല്ലേ, ഇത് ദർദെന്തെല്ലാം, ഇയാൾ തെമ്മാടിത്തരം ചെയ്തിട്ടും അതിന് അഭിമാനമായി കണ്ടവനാണ്. ബെടക്കാക്കിടെ തെമ്മാടിത്തരാക്ക് കൃഷിന്നുണ്ടാക്കിടെ അതില് ആളുമാരത്തിലെ ചൊന്നാക്കിടെ, അതുകൊണ്ടാണ് ബെടക്കാക്കിന് തപ്പു, അയാൾ അല്ലാഹു മാഫ് കൊടുക്കും. ഇതവനല്ല, ആ ബെടക്ക് സ്വറ ആക്കിയിട്ട് പിന്നെ എന്താക്കട്ടെ അഭിമാനമായി അങ്ങനെ ആക്കിയ അതായിട്ട്, അതുകൊണ്ടാണ് അവനെ ചീത്ത വിളിക്കാനുള്ള കാരണം. അതുകൊണ്ട് എനിക്ക് ബോധ്യമുണ്ട് അവൻ വെറും ഷർറായ ആളാണ്, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. അപ്പൊ ഏതായാലും മുത്തുനബി സ്വഭാവം നോക്കി അത്ര തെമ്മാടിയായ ആളായിട്ട് പോലും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുട്ട വന്നപ്പോ നല്ല സ്വഭാവത്തിൽ മുത്തുനബി പെരുമാറി. അതാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഭാവം. അല്ലാഹുവേ ഞങ്ങളെ ഈ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ഹദീസ് പറഞ്ഞതും കേട്ടതും നീ കബൂലാക്കണം റഹ്മാനെ. ഇത് കാരണം ഞങ്ങൾ ദോഷങ്ങൾ നീ പുറത്തു താ റഹ്മാനെ. ഞങ്ങൾ നീ നിന്റെ സ്വാലിഹീങ്ങളിൽ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങൾക്ക് ഈമാനും തഖ്വയും തന്ന് നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അവസാനം മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.